വെൽക്കം ബാക്ക് ടു അഞ്ജലി സ്റ്റോക്സ് ആൻഡ് ടേൽസ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അത് ബീഫ് തന്നെയാണ് കേട്ടോ. ബീഫ് ഇപ്പോൾ കറി വെച്ചോ പൊരിച്ചോ ഈവൻ പുഴുങ്ങി തന്നാൽ പോലും ബീഫ് എനിക്കിഷ്ടം. ഇവിടെ എന്നെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാൻ പറ്റും ഞാനും ആ ബീഫും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം. ഒരു 10-25 വയസ്സ് വരെയൊക്കെ ഡെയിലി ബീഫ് കഴിച്ചിട്ടിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലെന്നുള്ള തിരിച്ചറിവിലൊന്ന് ഒതുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും പല കൈൻഡ് ഓഫ് ഡിഷസൊക്കെ നമ്മുടെ ടേബിളിലുള്ള, അപ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിക്കണം ബീഫിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാലും അതിൻ്റെ അവസാനം വരെ ഞാൻ ബീഫിൽ നിന്നായിരിക്കും കറങ്ങാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ബീഫിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ സ്റ്റാർട്ട് ബീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്നറിയാവോ? സ്റ്റാർട്ട് ബീഫ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഡോണ്ട് സ്റ്റാർട്ട് ബീഫ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡോണ്ട് സ്റ്റാർട്ട് ബീഫ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്നോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇപ്പം ബീഫിൻ്റെയൊക്കെ ഒരു ചൊറയൊക്കെ നടക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അവരോട് പോയി പറയാം ഡോണ്ട് സ്റ്റാർട്ട് ബീഫ് എന്ന് പറഞ്ഞാൽ ചൊറ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ വിചാരിച്ചോളും ഡോണ്ട് സ്റ്റാർട്ട് ബീഫ് എന്ന് വെച്ചാൽ ബീഫ് തുടങ്ങരുതെന്നാണ് പറഞ്ഞതെന്ന് വിചാരിച്ചോളും വേണമെങ്കിൽ. അപ്പോൾ ഇതൊരു സ്ലാങ് ആണ് ഡോണ്ട് സ്റ്റാർട്ട് ബീഫ് എന്ന് പറയുന്നത്. ഡോണ്ട് സ്റ്റാർട്ട് അല്ല, സ്റ്റാർട്ട് ബീഫ് എന്ന് പറയുന്ന ഒരു സ്ലാങ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ക്യാച്ച് യു ലേറ്റർ.